Don't ever do SEO or organic marketing if you don't have the patience to wait. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലരും ഇത് നെഗറ്റീവായിട്ട് എടുക്കും. എന്താണ് SEO ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം ഇരിക്കരുത്. ലൈക്ക് അതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കരുത്. അതായത് പല ബിസിനസ് ഓണേഴ്സും റീസെൻ്റ്ലി ആയിട്ട് വരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ 3 മാസം SEO ചെയ്തു, റിസൾട്ട് ഇല്ല. നമ്മൾ 3-4 മാസമായിട്ട് ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യുന്നു, റിസൾട്ട് ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ബ്രാൻഡ് തുടങ്ങിയിട്ട് ലോഞ്ച് ചെയ്തിട്ട് എത്ര മാസമായിരുന്നു? ചിലപ്പോൾ ഒരു 6 മന്തുള്ളായിട്ടുണ്ടാവാം. ഈ ബ്രാൻഡിനെ കുറിച്ചിട്ട് എത്ര ആളുകൾക്ക് അറിയും? എത്ര ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇത് ഈ ബ്രാൻഡിൻ്റെ ആണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതുകൊണ്ട് എന്താണ് മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യാസം? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓഡിയൻസിന് അറിയും. ഓഡിയൻസിന് അറിയാതെ ഓഡിയൻസ് എങ്ങനെ പർച്ചേസ് ചെയ്യും? പോയിന്റ് അവിടെ കിടക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഓഡിയൻസ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ബുക്ക് ചെയ്യും? നിങ്ങളുടെ ഓർഗാനിക് ആയിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടിട്ട് എന്ത് വിശ്വാസത്തിൽ ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് പർച്ചേസ് ചെയ്യും? സോ അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം, അവിടെ അവയർനെസ് ഉണ്ടാക്കണം, ഈ ആളുകൾക്കിടയിൽ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഈ ടൈപ്പിലൊക്കെ ഒരു മാർക്കറ്റിംഗ് ചെയ്ത് ഒരു ടൈം എത്തുമ്പോഴുള്ളൂ ആ ഒരു ഓഡിയൻസ് പർച്ചേസ് ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കുക. സോ ആ ഡിസിഷൻ മേക്കിങ്ങിന് ടൈം എടുക്കും. സോ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈം ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ SEO ചെയ്യേണ്ട വേണ്ട അല്ലെങ്കിൽ ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം. സോ ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടൈം എടുക്കും.